Hi, my dear friends, how are you? Welcome to my YouTube channel, PV's Pavilion. Hi. അപ്പോഴെങ്ങനെ ഹാപ്പി? അപ്പോൾ നാളെ രണ്ട് ഇമ്പോർട്ടൻ്റ് മാച്ചുകൾ കളിക്കാനുണ്ട്. അതായത് 23 ഒക്ടോബർ 2025 സെക്കൻഡ് ODI ഇന്ത്യ എഗൻസ്റ്റ് ഓസ്ട്രേലിയ. ഓക്കെ, പെർത്തിലെ തോൽവിക്ക് ശേഷം അടുത്ത വെന്യൂവിലേക്ക് അഡലേഡിലാന്ന് തോന്നുന്നു. എനിവേ, ഒരു ദിവസമൊക്കെ എല്ലാവരും ഫെയിലാവുമല്ലോ. അപ്പോൾ അടുത്ത കളി നന്നായിട്ട് വരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഓക്കെ, രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി എന്നിവർ നല്ല ഇന്നിംഗ് കാഴ്ചവെക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുള്ള പൊട്ടൻഷ്യലുള്ള പ്ലേയേഴ്സാണ്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ബട്ട് എല്ലാം ഒന്ന് ശരിയായി വരാണ്ട് ഓസ്ട്രേലിയയുടെ ഒരു ഡൗൺ അണ്ടറിലുള്ള മാച്ചുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻസായിട്ടുള്ള മാച്ചുകളാണ്. അവിടുത്തെ പിച്ചുകളൊക്കെ ഫാസ്റ്റ് പിച്ചുകളാണ് മാക്സിമം. ഇത് നല്ല ബാറ്റിംഗ് പിച്ചാണെന്ന് കേൾക്കുന്നുണ്ട്. ലെറ്റ് us see വാട്ട് ഹാപ്പൻസ്. അതുപോലെ തന്നെ വിമൻസ് വൺ ഡേ വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ത്യക്ക് 2 മാച്ച് ബാക്കിയുണ്ട്. അത് രണ്ടും ജയിച്ചു കഴിഞ്ഞാൽ സെമി ഫൈനലിൽ കളിക്കാം. ഇപ്പോൾ 4ാം സ്ഥാനത്തുണ്ട്, പക്ഷേ നാളെ ന്യൂസിലൻഡുമായിട്ടുള്ള കളിയാണ്. അപ്പോൾ ന്യൂസിലൻഡിനെ തോൽപ്പിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ചാൻസ് തന്നെയാണ്. ന്യൂസിലൻഡും 5ാം സ്ഥാനത്താണെങ്കിലും 4 പോയിൻറ്റ്. ഇന്ത്യ ഓൾസോ ഹാവിങ് 4 പോയിൻറ്റ്സ്. ഓക്കെ, അപ്പോൾ സ്ഥിതി അതാണ്. മസ്റ്റ് വിൻ ഗെയിമാണ്. ഇന്നത്തെ ഒരു വേൾഡ് കപ്പിലെ ഇന്നത്തെ മാച്ച്, വിമൻസ് വേൾഡ് കപ്പിലെ, അതായത് ഓസ്ട്രേലിയ എഗൻസ്റ്റ് ഇംഗ്ലണ്ട്, പറയാതിരിക്കാൻ വയ്യ. 2 പ്രൊഫഷണൽ ടീംസിൻ്റെ കളി. ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ അവർ ഇന്നുവരെ ഈ വേൾഡ് കപ്പിൽ അൺബീറ്റബിൾ ടീമാണ് സോഫാർ. ഒരു ട്രമൻഡസ് എന്താ പറയുന്നത്, പവർ ഹൗസ് തന്നെ പറയാം. ഇന്നത്തെ കളി എന്ന് പറഞ്ഞാൽ ഭയങ്കര സംസാരിക്കാതിരിക്കാൻ വയ്യ അതിനെ പറ്റിയിട്ട്. യുനോ, ഇംഗ്ലണ്ട് ഫസ്റ്റ് ബാറ്റ് ചെയ്തിട്ട് പിന്നെ എന്താ പറയുന്നത്, 244 എടുത്താണ്. 244 എടുത്തു ഇംഗ്ലണ്ട് ഫസ്റ്റ് ബാറ്റ്. 9 വിക്കറ്റ് ഔട്ടായിരുന്നു. അതിൽ ടാമി ബേമോണ്ട് 78 എടുത്തു. മറ്റുള്ളവർക്കൊന്നും കാര്യമായിട്ടൊന്നും ചെയ്യാനില്ലായിരുന്നു. ബൗളിങ്ങിൽ ആൻബൽ സദർലാൻഡ് 3 വിക്കറ്റ്സ് for 60 റൺസ്. ഓക്കെ, അതൊരു ഓസ്ട്രേലിയൻ ടീമിൽ ഓൾറൗണ്ടേഴ്സിൻ്റെ ഒരു 5 കളിയാണ്. ഇഷ്ടംപോലെ ഓൾറൗണ്ടേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ ആനബൽ സദർലാൻഡ് വിക്കറ്റ് എടുത്തത് മാത്രമല്ല, തിരിച്ച് മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയെന്ന ഓഷീസ് ഉണ്ടല്ലോ. ഓസ്ട്രേലിയ വേർ 68 for 4 വിക്കറ്റ്സ്. 4 വിക്കറ്റ് നഷ്ടത്തിൽ 68-ലായിരുന്നു. അവർ ആക്ച്വലി സ്ട്രഗിൾ ചെയ്യായിരുന്നു. അപ്പോൾ സദർലാൻഡ് വന്ന് ഒരു ബ്യൂട്ടിഫുൾ ഇന്നിങ്, 98 റൺസ്, നോട്ട് ഔട്ട്. അത് കഴിഞ്ഞ് അതിൻ്റെ പാർട്ട്ണറായിട്ട് ആഷ് ഗാർണർ വന്നു. ആഷ് ഗാർണർ വന്നിട്ട് അതും ഓൾറൗണ്ടറാണ്, ടോപ്പ് സ്പിന്നറാണ്. അവൾ വന്നിട്ട് കളിയുടെ ഗതി പെട്ടെന്ന് അങ്ങ് മാറ്റി. മെല്ലെ ജയിച്ചാൽ പോരാന്നുള്ളൊരു വാശി പോലെ 73 റൺസിൽ സെഞ്ചുറി അടിച്ചു. 104 റൺസ്, 104 ഓഫ് ജസ്റ്റ് 73 ബോൾസ്. അങ്ങനെ വളരെ ക്ലിനിക്കലി ഫിനിഷ് ചെയ്ത് ആ ഗെയിം ജയിച്ചു. ഓസ്ട്രേലിയ പറയാതിരിക്കാൻ വയ്യ, തറോ പ്രൊഫഷണൽ സൂപ്പർ പ്ലെയേഴ്സ്. അപ്പോൾ ഓസ്ട്രേലിയ നമ്പർ 1 ഫിനിഷ് ചെയ്തിരിക്കുകയാണ് സോഫാർ. പിന്നെ സൗത്ത് ആഫ്രിക്ക സെക്കൻഡ്, ഇംഗ്ലണ്ട് തേർഡ്. 4th പൊസിഷനിൽ ഇന്ത്യ നിലവിലുണ്ട് ഇപ്പോൾ. സോ ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക, ഇംഗ്ലണ്ട് 3 ടീമും സെമി ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞു. ദർ ഈസ് ഓൺലി 1 വേക്കൻസി, ദാറ്റ് മേ ബി ഇന്ത്യ. ഹോപ്പ്ഫുള്ളി ഇന്ത്യ വിൽ പ്ലേ ദി സെമി ഫൈനൽസ്. അപ്പോൾ നാളത്തെ മാച്ച് മസ്റ്റ് വിന്നാണ്. ഓക്കെ, ഇന്ന് പതികാലം നാളെ നമുക്ക് കൂടുതൽ സംസാരിക്കാനുണ്ട്. 2 മാച്ചിനെ കുറിച്ച് സംസാരിക്കാനുണ്ട്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊക്കെ
ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയറും ചെയ്യണം. താങ്ക് യു വെരി മച്ച് ഗായ്സ്.